എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖം തന്നെ. എന്താ മുസല്ല കച്ചവടം? കച്ചവടം രണ്ടാമത് കുറച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇത് അന്ന് നമ്മള് ലാസ്റ്റ് ഉണ്ടായാല് ബാക്കിയുള്ള മുസല്ലയാണിത്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് കുറച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് 756 രൂപക്ക് നമ്മൾ ഫസ്റ്റ് വിറ്റ മുസല്ലയാണ്. അതിനുശേഷം നമ്മൾ 450 400 ഇപ്പൊ അൽഹംദുലില്ലാഹ് പഠിച്ചുകൊണ്ട് കൊണ്ടുകൊണ്ട് 313 രൂപക്ക് മുസല്ല ഇപ്പൊ ഞാൻ കൊടുക്കുന്നത്. ഈ 313 രൂപക്ക് മുസല്ല കൊടുക്കാതെ ഇത് തുടർന്ന് പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒരിക്കലും ഞങ്ങൾ 450 റുപ്യ ഫസ്റ്റ് ഈ മുസല്ല വാങ്ങിയത്. നാസർക്കാക്ക് ഈ മുസല്ല നോക്കാം, ക്വാളിറ്റി നോക്കാം. 500 റുപ്യക്കാണ് ഞാൻ ഈ മുസല്ല വാങ്ങിയത് ഫസ്റ്റ് മെമ്പർ 5 വർഷം. രണ്ടാമത് വാങ്ങിയത് 450 രൂപക്കാണ്. ഇപ്പൊ ഞാൻ ഈ മുസല്ല കൊടുക്കുന്നത് 313 രൂപക്കാണ്. അത് 313 രൂപ കൂടുന്ന വളരെ ചെറിയൊരു സംഖ്യ ഞാൻ ലാഭം വെച്ചാണ് കൊടുക്കുന്നത്. അല്ല, ഞാനത് 313 രൂപക്ക് മുസല്ല കൊടുക്കണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ 5 മുസല്ല വേണം. ഇതിപ്പോ 10 മുസല്ല സദഖ കൊടുക്കാൻ വേണ്ടിട്ട് ഇത്രയും വലുപ്പമുള്ളൊരു മുസല്ല 313 രൂപക്ക് കിട്ടുക പറയുമ്പേ ഇത് നോക്കിട്ടോ, ഞാൻ എന്റെ ഒരു ഹൈറ്റ് ഒന്ന് നോക്കിക്കളി. ഇത്രയും വലുപ്പമുണ്ടത്. ഇതിന്റെ സൈസ് എത്രയാണ്? 120 പിന്നെ നീളവും പിന്നെ 80 സെന്റിമീറ്റർ വീതിയും. ജംബോ മുസല്ല എന്ന് പറയാം. ഏറ്റവും വലിയ മുസല്ലയാണ് മുസല്ലയിൽ വെച്ചിട്ട്. ഇത് 350 രൂപ അല്ല 313 രൂപക്ക് നിങ്ങൾ വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടാവും. ഇതിന് എനിക്കൊരു ചെറിയൊരു സംഖ്യ കിട്ടുള്ളൂ. അത് മതി. പക്ഷെ ഞാൻ ഈ മുസല്ലയും കൊണ്ട് തുടർന്ന് പോകണം എന്നുള്ള കരുതുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇപ്പോഴും ഈ മുസല്ല 313 ആക്കിയിട്ട് പോലും ഞാൻ ഏകദേശം 10-14 മുസല്ല ഇപ്പൊ സദക്ക ചെയ്തു. ഞാനല്ല, നിങ്ങളെപ്പോലത്തെ ആളുകൾ സദക്ക ചോദിച്ചു വരുന്നവരെ ഞാൻ നിങ്ങളെപ്പോലത്തെ ആളുകളെ ഗ്രൂപ്പിലൂടെ അറിയിക്കുന്നു. അവർ സ്വീകരിക്കുന്നു. 10-14 മുസല്ല സദക്ക ചെയ്തു. ഇന്നിപ്പോൾ 8-9 മുസല്ല ആളുകൾ പണം കൊടുത്ത് വാങ്ങി. അതേപോലെ തന്നെ ഒരുപാട് ഇപ്പൊ ഒരു 10-25 മുസല്ല ഇപ്പൊ 2-3-4 ദിവസം കൊണ്ട് പോയിട്ടായി. 30 മുസല്ലോളം പോയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് ഓർഡർ വന്നുകൊണ്ടുമുണ്ട്. ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഒരേ ഈ ഒരു മുസല്ല ഇപ്പൊ കടയിൽ വാങ്ങുകയാണെങ്കിൽ എത്ര രൂപ വരും? 450 രൂപയാണ്. 450 രൂപ വേണ്ടി വരും. എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് മുമ്പ് ഒരു മുസല്ല ഈ ടൈപ്പ് തന്നെ ഈ മുസല്ലെ തന്നെ 3 ടൈപ്പ് ഉണ്ട്. 110 and 70. 110 സൈസ് നീളവും പിന്നെ 70 സൈസ് വീതിയും. ഇത് അതിനേക്കാളും വലുതാണ്. നമ്മളെ മമ്പർത്ത് ഞാൻ ഒരിക്കൽ വാങ്ങിയിരുന്ന ആ നോമ്പിന്റെ സമയത്ത് തിരക്കുള്ള സമയത്ത് വാങ്ങിയിരുന്നത് ചെറുതാ കിട്ടിയത്. ജംബോ എന്ന് പറഞ്ഞിട്ട് തന്നത്. അത് നമ്മൾ ടാപ്പ് പിടിച്ച് അളക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് നാസർക്കൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ടാപ്പ് ഉണ്ടായിരുന്നു ബയറില്. അല്ല, ഇത് അത്യാവശ്യം നല്ല കാനുള്ള മുസല്ല. ഈ മുസല്ല നോക്കോ, ഇത് നോക്കിയാണ്. ഇത് പിടിച്ചു വെക്കാം. കൃത്യമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് പറയല്ല, ഇവിടെ മേലെ പിടിച്ച 118 ആണ് ഉള്ളത്. അതേപോലെ വീതിയും കാണിച്ചു തരാം. 118 പറഞ്ഞാൽ 1.25 മീറ്റർ അടുത്തായി ഏകദേശം. അതെ. 80 ആണ് പറയുന്നത്. 82 സെന്റിമീറ്റർ. ഇത് ഒന്നാമത്തെ. ഇത് 120 തന്നെയാണ്. 2 സെന്റിമീറ്റർ കുറയാനുള്ള കാരണം നമ്മൾ ഇത് മടക്കി വെച്ചു. ഇത് നല്ല നീർത്തി കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് നീർത്തി ക്ലിയർ ആയി കഴിഞ്ഞാൽ ഒന്നും കൂടെ അത് ക്ലിയർ ആയിട്ട് വരും. തീർച്ചയായിട്ടും. അതല്ല, ഇത് നല്ല ഭംഗി കാണാൻ നല്ല ഭംഗി. അത് മാത്രമല്ല 3 ലെയറാണ്. കാരണം ഇത് ഒരു ലെയറാണ്, ഇതിന്റെ ബാക്കിൽ ഒരു ലെയറാണ്, ഇതിന്റെ സെൻട്രലിൽ കൂടെ ഒരു ലെയർ വേറെ പോകുന്നുണ്ട്. അതാണ് 1 കിലോനാണ് ഇതിന്റെ വെയിറ്റ്. ഈ 1 കിലോ പാർസൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അയക്കണേ 80 രൂപ കൊടുക്കണം. ഇന്ത്യ 80 രൂപ. കൊറിയറാണ് ഇപ്പൊ അയച്ചു കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ കൊറിയർ ആയിട്ട് തന്നെയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമുക്കിപ്പോ വേണ്ടത് ഏത് കളറാ വേണ്ട എടുത്തൂടെ? 5 പീസ് അതിനുവേണ്ടാണ് ഞാൻ പറഞ്ഞത്. 7 കളറാണ് സാധനം. 7 കളർ സാധനമാണ് നമ്മളിപ്പോ കയ്യിലുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഗോൾഡൻ കളറ്, കാപ്പി കളറ്, പച്ച കളറ്. എന്താ പെട്ടെന്ന് നിങ്ങൾ റേറ്റ് കുറക്കാൻ കാരണം? റേറ്റ് കുറക്കാന്ന് പറഞ്ഞാൽ ഈ മുസല്ല എന്നുള്ള സംരംഭം എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം നല്ല ആഗ്രഹമുണ്ട്. കാരണം ഒരു കാര്യം ഞാൻ നാസർഖാനോട് ചോദിക്കുക, നിങ്ങൾ എനിക്കൊരു 500-1000 എന്നെ സഹായിച്ചാൽ ഞാൻ എത്ര ദിവസം ഓർക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏറിപ്പോയാൽ 1 ആഴ്ചയോ 2 ആഴ്ചയോ ഞാനത് ഓർക്കും. അത് കഴിഞ്ഞാൽ ഞാനത് മറക്കും. പക്ഷേ നിങ്ങൾ എനിക്കൊരു മുസല്ല തന്നാല് ഞാനിത് നീർത്തിയിടുമ്പോൾ നിങ്ങളെ ചിത്രം എന്റെ മുന്നിൽ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടും. കാരണം എന്താ പറഞ്ഞാൽ ഇത് വേറെ ഒന്ന് നമ്മളിപ്പോ ടേബിൾ ചാവടിക്കാൻ പിരിക്കാനല്ല ഇതെടുക്കുക, ഇബാദത്ത് ചെയ്യാനാണ് എടുക്കുക. അപ്പൊ ഒരു ഉമ്മാക്കോ ഒരു സഹോദരിക്കോ ഒരു മുസല്ല നമ്മൾ കൊടുത്താൽ ആ മുസല്ല ഓരോ നിമിഷം നിർത്തിയിടുമ്പോഴും അതിലൊരു ഇടനിലക്കാരനായ എന്നെ ഓർക്കും,
ഇത് തന്നവർക്കും വേണ്ടി അവർ ദുആ ചെയ്യും. പടച്ച റബ്ബ് ഇഷ്ടപ്പെടുകയും ചെയ്യും. അത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നിങ്ങൾ ഈ മുസല്ല ആർക്കെങ്കിലും ഇപ്പൊ ഇതുപോലെ ഹദിയായിട്ട് കൊടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം. അല്ല, ഹദിയായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു 5 മുസല്ല നിങ്ങൾ അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അർഹതപ്പെട്ട ആൾക്ക് അത് എത്തിക്കും. ഇപ്പൊ നമ്മള് മേപ്പാടിയുള്ള ഒരു ഉമ്മാക്ക് ഇന്നലെ ഒരു മുസല്ല അയച്ചു കൊടുത്തു. അതേപോലെ കണ്ണൂരുള്ള ഒരു സഹോദരൻ ഒരു മുസല്ല വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നു, പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്പോട്ടിൽ നിങ്ങൾ അഡ്രസ് ഇട്ടോ പറഞ്ഞു. ഞാൻ എന്റെ ഗ്രൂപ്പിൽ അറിയിച്ചു. അതൊരു നാദാപുരമുള്ള കല്ലാച്ചിയിലുള്ള ഒരു സഹോദരനെ 3 മുസല്ല സദക്കയേറ്റു. അതേപോലെ ഒരു സഹോദരി 2 മുസല്ല ചോദിച്ചു, അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ ചോദിക്കുന്നവർക്ക് ഇതുവരെ തട്ടിക്കളഞ്ഞിട്ടില്ല, കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളും കണ്ടിരുന്നല്ലോ ഇതിനിടയ്ക്ക് ഒരു വീഡിയോ, ഒരു ഉമ്മയും 6 മക്കളുള്ള അവർക്ക് ഞാൻ അയച്ചു കൊടുത്തു. ചോദിക്കുന്നവരൊക്കെ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് കരുതിയിട്ട് വാങ്ങിയവരെന്നെ പിന്നെയും ചോദിക്കരുത്. അപ്പോ എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളതേ, ഇത് നിങ്ങൾക്ക് 313 രൂപക്ക് നല്ല ലാഭാട്ടോ. ധൈര്യത്തിൽ വാങ്ങിക്കോളി, ഗ്യാരണ്ടിയാണ്. കാരണം നല്ലൊരു മുസല്ല ഒരിക്കലും 313 രൂപക്ക് നമുക്ക് എവിടുന്നും മുസല്ല കിട്ടൂല എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ വേണ്ടവര് വാങ്ങാ. അദ്ദേഹത്തിന്റെ നമ്പർ നമ്മുടെ വീഡിയോസിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. വേണ്ടവർക്ക് ആ നമ്പറിൽ വിളിച്ചിട്ട് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ്. ഞാനിത് ഒരു പ്രൊമോഷനായിട്ട് ചെയ്യല്ലോ കേട്ടോ. എനിക്കൊരു 5 മുസല്ലന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് വന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടപ്പോഴാണ് അറിഞ്ഞത് 313 രൂപക്ക് ഇതുപോലെ മുസല്ല കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ആദ്യം കൊടുത്തിരുന്നത് 286 മുസല്ല. അതെ, അന്ന് ഒരു മുസല്ലയാണ് 786 കൊടുത്തതെങ്കിൽ ഇന്ന് 2 മുസല്ലയാണ് അതേ റേറ്റ് അങ്ങനെ കൊടുക്കുന്നത് അല്ലേ. എന്തായാലും ശരി, ഒരു മുസല്ല വേണ്ടവർക്ക് 1 വാങ്ങാം. അതിന് 313 രൂപയുള്ളത്. അതിന്റെ എക്സ്ട്രാ പാർസൽ ചാർജും വരുന്ന തോന്നുന്നത് അല്ലെ. എന്നാലും 400 രൂപക്ക് താഴെ 393 രൂപക്ക് ഈ മുസല്ല എവിടേക്കും എത്തിട്ടോ, ഇന്ത്യയിൽ എവിടേക്ക് എത്തും. അപ്പൊ വേണ്ടവർ വാങ്ങിക്കോട്ടോ. ഞാൻ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിലും നിങ്ങൾക്ക് ഈ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം, ഈ മുസല്ല വേണ്ടവർക്ക് വാങ്ങുകയും ചെയ്യാം. അത് മാത്രമല്ല നാസർക്ക് ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. ഇപ്പൊ ഈ 313 മുസല്ല കൊടുക്കുന്നതിന് കച്ചവടക്കാരെന്നെ 3-4 ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്. ആണോ? കാരണം ഇത്ര വില കുറച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ള രീതി. പക്ഷെ 786 ഞാൻ എന്റെ വില കൊടുക്കുന്നതാണ്. എനിക്കൊരു ചെറിയൊരു സംഖ്യ ലാഭം കിട്ടും. ഇത് നിലനിർത്തി കൊണ്ടുപോകും. അതിന് മാത്രം കിട്ടും, വളരെ ചെറിയൊരു ചാർജിലേ കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 200, ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഡൽഹിയിൽ നിന്ന് വന്ന മുസല്ലക്ക് 260 രൂപയുടെ മുകളിൽ ചാർജ് വരുന്നുണ്ട്. പിന്നെ ഞാനിപ്പോ ഒരു കൊറിയറിന്റെ പണിക്ക് ഞാൻ പോകുന്നുണ്ട്, കിട്ടുമ്പോ കൊറിയറിന്റെ ജോലിക്ക് പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഇപ്പൊ ഇൻഷാല്ലാ ഇതിലൂടെ ഒരുപാട് ആളുകൾ നിസ്കാര കുപ്പായം ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ നിസ്കാര കുപ്പായം എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യും. പക്ഷെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് മുസല്ല ഞാൻ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞ 50 രൂപക്ക് ലാഭത്തുമല്ലേ ഉണ്ടാവുള്ളൂ മാക്സിമം. നല്ലൊരു വിജയിക്കട്ടെ, നല്ലൊരു കാര്യമാണ്. എല്ലാവർക്കും നിസ്കരിക്കാനും അല്ലെങ്കിൽ ഒരു മുസ്ലിം വാങ്ങാൻ കഴിയാത്തവർക്ക്, ആർക്കും വാങ്ങാൻ പറ്റുന്ന കഴിയാത്തവരുണ്ടെങ്കിൽ, ആർക്കും സഹായിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ സദക്ക ചെയ്യാനും നല്ല ചെയ്യുക. കാരണം ഈ റമദാൻ മാസമൊക്കെ വരുന്ന ഒരു 3-4 മാസം കഴിഞ്ഞാൽ റമദാനായി. ഉപകാരം. ഇവിടെ മലപ്പുറം മഞ്ചേരി തന്നെ ഇന്നിപ്പോ 3 മുസല്ല, ഇന്നലെ ഉമ്മ പച്ച മുസല്ല 3 വളർന്നിട്ട് ഓർഡർ ചെയ്ത് ഇന്നിപ്പോ ഇതിപ്പോ അത് മാത്രമല്ല വേറൊരു പ്രത്യേകത പറയാനുള്ളത്. എനിക്ക് വേണ്ടി ഞാൻ എടുക്കാൻ പോകട്ടെ. നാസർ ഖാനോട് ഒരു കാര്യം കൂടെ പറയാ. നമ്മളെ മലപ്പുറം കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ 2 ദിവസം കൊണ്ടെത്തും. വയനാടാണെങ്കിൽ 3 ദിവസമാവും. കേരളത്തിനുള്ളിൽ 3 ദിവസം 2-3 ദിവസം കൊണ്ട് സാധനത്തും തിരിച്ചു. ഒന്ന് ഇതെടുക്കുക. ഏതായാലും സാധനം വേണ്ടവർക്ക് വാങ്ങാവുന്നതാണ്. 2 ഒന്ന് ഇത് ആയിക്കോട്ടെ. ഈ കളർ ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊരു ഗോൾഡൻ കളർ ഇത് രസമുണ്ട്. എത്ര ഇപ്പൊ 1, 2 ആയി. 2ഉം ഒരു റെഡും 3 ആയി. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാട്ടോ. ഇതും ആ റെഡും ആണ് ഏറ്റവും അധികം ഇഷ്ടം. മറ്റതൊക്കെ ഇഷ്ടമല്ല നല്ലത്. അതും നല്ല ഭംഗി തന്നെയാണ്. പക്ഷെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ഇത് എടുക്കുമെന്ന്. വേറെ ഏതാണുള്ളത്? വയലറ്റ് ഉണ്ടാ? വയലറ്റ് ഉണ്ട്. പിന്നെ ഏതാണ്? ഇതെന്താ ഗ്രീൻ നമ്മൾ എടുത്തല്ലോ. വയലറ്റ് എടുക്കാം അല്ലേ? മറ്റൊരു കാണാൻ അതൊരു രസമുണ്ട് കാണാൻ. അപ്പൊ തന്നായി. അപ്പൊ 1, 2, 3, 4 അതടക്കം 5. ഓക്കെ. അപ്പൊ ഈ 5 വെച്ചോളി. 5 എത്ര പൈസ പറയുള്ളൂ? ഞാൻ ഗൂഗിൾ പേ തരേ? ഓക്കെ. ഈ വീഡിയോ ഞാൻ നിർത്തണം. കാരണം കുറച്ച് മുസല്ലിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിയിട്ടുള്ളത്. ഏതായാലും ആവശ്യമുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീഡിയോയിൽ നമ്പർ ഉണ്ട്, ബന്ധപ്പെടുക. ഏതായാലും വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.